നിർബൻ നമ്മളോടൊപ്പം ചേരുകയാണ് നിലമ്പൂരിൽ നിന്ന്. UDF ക്യാമ്പിൽ ഇന്നത്തെ ദിവസം അവരെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അവരുടെ പ്രചരണ പരിപാടികൾ, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം വിവാദങ്ങളിൽ കുടുങ്ങി നിൽക്കുകയാണല്ലോ UDF നേതൃത്വം. ആ വിവാദങ്ങളിൽ നിന്ന് നേരത്തെ തുടങ്ങിയപ്പോൾ പെൻഷനായിരുന്നുവെങ്കിൽ ഇതാ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയുടെ മരണത്തിനിടയാക്കിയ സംഭവത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു. അതിൽ കോൺഗ്രസ് പ്രവർത്തകൻ തന്നെ അറസ്റ്റിലാകുന്നു. ആ കോൺഗ്രസ് പ്രവർത്തകന് അവിടുത്തെ കോൺഗ്രസ് നേതാക്കളുമൊക്കെ അടുത്ത ബന്ധം, ഒപ്പം തന്നെ ആ നേതാക്കളുടെ അറിവോടെയാണ് അയാൾ കാട്ടുപന്നികളെ വേട്ടയാടി ഇറച്ചിക്കച്ചവടം നടത്തിയിരുന്നത് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ വല്ലാതെ മുഖം നഷ്ടപ്പെട്ടു പോവുകയാണ് കോൺഗ്രസിന്. നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്ന്. നിർബൻ, ഗുഡ് മോർണിംഗ്. എന്താണിപ്പോൾ കോൺഗ്രസിനുള്ളിൽ, UDFിനുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ അവസാന ദിവസങ്ങളിൽ നടന്ന അനന്തുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം, അതിൽ പൊതുസമൂഹത്തിന് മുൻപിൽ വലിയ വിമർശനങ്ങൾക്ക് വിധേയരായി നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രതി വിനീഷിൻ്റെ കോൺഗ്രസ് ബന്ധങ്ങൾ, അയാൾ കോൺഗ്രസ്സുകാരനാണ്, ഒപ്പം ആ രീതിയിലുള്ള സംഭവങ്ങൾ. മറ്റൊന്ന്, അങ്ങനെ ഒരു വലിയ വിഷയം അവിടെ ഉണ്ടായിട്ടും DCC പ്രസിഡന്റായ VS ജോയ് അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞു കേട്ടില്ലല്ലോ നിർബൻ. ജോയ്ക്ക് അതൃപ്തിയുണ്ടോ ആ വിഷയത്തിലടക്കം? മനു, തീർച്ചയായും DCC നേതൃത്വത്തിന് മാത്രമല്ല KPCCയുടെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾക്കടക്കം ഈ വിഷയം ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് എന്ന തരത്തിലുള്ള അഭിപ്രായമുണ്ട്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമായതുകൊണ്ട് മറ്റ് എതിരഭിപ്രായങ്ങൾ പറഞ്ഞ് വിവാദമാക്കേണ്ട എന്ന നിലപാടാണുള്ളത്. ആദ്യ ദിവസം രാത്രി തന്നെ ഇങ്ങനെ ഒരു വിഷയത്തെ ഇങ്ങനെ മാറ്റി തീർക്കാൻ പാടില്ലായിരുന്നത് ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFിനെ സംബന്ധിച്ചിടത്തോളം അവമതിപ്പുണ്ടായി എന്ന വിലയിരുത്തലാണ്. അത് ജ്യോതികുമാർ ചാമക്കാലയുടെ നേതൃത്വത്തിലാണ് പൊടുന്നനെ അങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കുകയും വഴിതടയുകയൊക്കെ ചെയ്തത്. അപ്പോൾ തന്നെ സ്ഥാനാർത്ഥി അവിടെ എത്തിച്ചേർന്ന് സ്ഥാനാർത്ഥി ആദ്യഘട്ടത്തിൽ തന്നെ ഇത് സർക്കാർ സ്പോൺസേഡ് മർഡറാണ്, പിന്നെ കൊലപാതകമാണെന്ന തരത്തിൽ ജ്യോതികുമാർ ചാമക്കാലയും ഒപ്പം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ് നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ വിനീഷ് എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകരാണ്. അദ്ദേഹം വൈദ്യുതി കെടിയൊരുക്കി മൃഗങ്ങളെ പിടിക്കുന്ന ഒരാളാണ്, അത് കൊലപാതകമാണ്. അത്തരത്തിലൊരു കൊലപാതകത്തെ ന്യായീകരിച്ച് സർക്കാരിൻ്റെ ചുമലിലിട്ട് രക്ഷപ്പെടാനുള്ള 5 വോട്ട് അങ്ങനെ കിട്ടുമെങ്കിൽ, ആ ഒരു ആശയക്കുഴപ്പത്തിൽ കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കാം എന്ന തരത്തിലുള്ള വില കുറഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് UDF പോയി. നേരത്തെ മനു പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലൊന്നും UDF സ്ഥാനാർത്ഥി പ്രതികരിക്കുന്നില്ല. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസവും നമ്മൾ പ്രചരണ യോഗ സ്ഥലത്ത് പോയി അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ എടുത്തിരുന്നു. അദ്ദേഹത്തിനോട് ഇതേ ചോദ്യം തന്നെ നമ്മൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കാത്തത്? വിവാദങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ്. അത്തരം വിഷയങ്ങൾ ഇവിടെ നിലമ്പൂരിൽ ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയത്തെ മറികടക്കാനാണ് എന്ന അഭിപ്രായമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. പക്ഷേ ഈ വിവാദങ്ങൾ തുടങ്ങി വയ്ക്കുന്നു. അദ്ദേഹത്തിന് നിരവധി വ്യക്തിപരമായ ആരോപണങ്ങൾ വരുന്നു. മുൻപ് മത്സരിച്ച VV പ്രകാശിൻ്റെ കുടുംബത്തിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വീട്ടിൽ സന്ദർശനം നടത്താൻ കഴിയുന്നില്ല, ആര്യാട ഷൗക്കത്തിന് കഴിയുന്നില്ല എന്ന ചോദ്യം രാഷ്ട്രീയ പ്രതിയോഗികൾ ചോദിക്കുന്നു. പരസ്യമായി തന്നെ ഒരു സ്ഥാനാർത്ഥി ആര്യാട ഷൗക്കത്തിനെ വെല്ലുവിളിച്ചു. ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം മറുപടി പറയുന്നില്ല. ലീഗുമായി ബന്ധപ്പെട്ട ആഭ്യന്തര കലഹത്തെക്കുറിച്ച് മറുപടി പറയുന്നില്ല. പെൻഷൻ വിവാദത്തെ സംബന്ധിച്ച് കൂടുതൽ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ UDF പ്രതിരോധത്തിലാകുന്ന നിരവധി വിഷയങ്ങളുണ്ട്. ഇത്തരം വിഷയങ്ങളിലൊന്നും അഭിപ്രായം പറയാതെ പുതിയ അജണ്ടയിലേക്ക് പോകാനുള്ള ശ്രമമാണ് UDF നടത്തുന്നത്. ഇന്ന് അമരമ്പലം ഒപ്പം തന്നെ ചുങ്കത്തറ 2 പഞ്ചായത്തുകളിലാണ് സ്ഥാനാർത്ഥിയുടെ പര്യടനമുള്ളത്. ഇന്ന് രാവിലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിയാണ് പര്യടന പരിപാടി ഇന്ന് ചുങ്കത്തറയിൽ ഉദ്ഘാടനം ചെയ്യുക. വൈകിട്ട് അമരമ്പലത്താണ് സമാപന പരിപാടി ഉള്ളത്. സാനാർത്ഥി പര്യടനം ചെറു യോഗങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പരമാവധി വോട്ടർമാരെ നേരിൽക്കാണാനുള്ള പ്രവർത്തനങ്ങളുമായി സ്ഥാനാർത്ഥി എടുക്കുന്ന നിലപാടായിരിക്കും. KSCB ഓഫീസിലേക്കൊക്കെ ഒരു മാർച്ചൊക്കെ സംഘടിപ്പിച്ചിരുന്നല്ലോ. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ വാർത്താസമ്മേളനം മാറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഴയതുപോലെ ആ മാർച്ചിനൊന്നും വലിയ മാധ്യമ ശ്രദ്ധയൊന്നും ലഭിച്ചില്ലല്ലോ. ചെറിയൊരു വാർത്തയായി ഒതുങ്ങിപ്പോകുന്നതാണല്ലോ. ഇവരുടെ സുഹൃത്തുക്കളായ മാധ്യമങ്ങൾ പോലും കൈവിട്ടു തുടങ്ങിയോ അവിടെ UDFിനെ? മാധ്യമങ്ങൾ കൈവിടുന്നതല്ല. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം തലേദിവസം രാത്രി പരമാവധി അവർക്ക് വേണ്ട അവസരങ്ങൾ കൊടുത്തിരുന്നു. ഈ വിഷയത്തെ, മരണത്തെ സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തിയിരുന്നു. മാത്രമല്ല, മന്ത്രി പറഞ്ഞു എന്ന തരത്തിൽ വനംവകുപ്പ് മന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കി പുതിയ വിവാദത്തിന് തിരികൊളുത്താനുള്ള ശ്രമവും ഒരു ദിവസം രാത്രി മുതൽ പുലർച്ചെ വരെയുള്ള ശ്രമം നടത്തി. പക്ഷേ പുലർച്ചയോടുകൂടി ഈ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയും പ്രതി കോൺഗ്രസ് പ്രവർത്തകനാണ്, ഇയാൾ കൊലപാതകിയാണ്, അയാളെ ന്യായീകരിച്ച് നിന്നാൽ അതൊരു വിവാദത്തിലേക്ക് പോകുമെന്നുള്ള ഒരു ജാള്യത മാധ്യമങ്ങൾ കൂടി സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് തുടർന്ന് കൂടുതൽ ഈ UDFിനെ സംരക്ഷിക്കുന്ന സമീപനത്തിലേക്ക് മാധ്യമങ്ങൾ വരാത്തത്. പക്ഷേ ഇതിലും തുടർന്നുള്ള പല വിവാദങ്ങളിൽ മാധ്യമങ്ങൾ എടുക്കുന്ന സമീപനം നമ്മൾ കണ്ടതാണ്. പല വാർത്താ സമ്മേളനങ്ങളൊക്കെ നമ്മൾ പോകുമ്പോൾ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന സമീപനത്തിൽ തന്നെയാണ് മാധ്യമങ്ങൾ നിലമ്പൂരിൽ നിൽക്കുന്നത്. ഏകപക്ഷീയമായ പ്രചരണ രീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ M സ്വരാജ് വന്നിറങ്ങിയതോടുകൂടി ഉണ്ടായ മാറ്റവും ഓളവും
LDF ക്യാമ്പിനുണ്ടായ ആത്മവിശ്വാസവും കണ്ടില്ല എന്നടിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് മാധ്യമങ്ങളെ വലയ്ക്കുന്നത്. അദ്ദേഹം എല്ലാ മാധ്യമങ്ങൾ അവരെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഇങ്ങനെ വാർത്തകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും കോൺഗ്രസ് നേതൃത്വത്തെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ല എന്നൊരു ചിന്തയിലേക്ക് അവസാനം മാധ്യമങ്ങൾ എത്തുകയാണ്. ഇത്രയധികം പൊല്ലാപ്പുകൾ ഉണ്ടാക്കിയിട്ടും ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ചിന്തയിലേക്ക് ഒരു പക്ഷേ മാധ്യമങ്ങളും പോകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ. തീർച്ചയായും. കാരണം മാധ്യമങ്ങൾ തീരുമാനിക്കുന്ന അജണ്ടയ്ക്കനുസരിച്ച് അവർ നിശ്ചയിച്ചു കൊടുക്കുന്ന അജണ്ടയ്ക്കനുസരിച്ച് UDF ഉയരാൻ കഴിയുന്നില്ല എന്ന തരത്തിലുള്ള പ്രതിഷേധം പല മാധ്യമപ്രവർത്തകരും പ്രധാനപ്പെട്ട സീനിയറായിട്ടുള്ള മാധ്യമപ്രവർത്തകരുടെയും ഒരു നിരാശയും പ്രതികരണമൊക്കെ നമ്മൾ പലവട്ടം സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ്. ചില ചാനൽ ചർച്ചകളിൽ തന്നെ മാധ്യമപ്രവർത്തകരായിട്ട് അവതാരകർ തന്നെ നമ്മൾ ഇത്രയും വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനാകുന്നില്ല എന്ന തരത്തിൽ വളരെ പ്രകോപനത്തോടുകൂടി അസ്വസ്ഥതയോട് പെരുമാറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് പല തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും. അതേ മാനസികാവസ്ഥ ഇവിടെയുണ്ട്. ഒന്ന്, സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു ആക്ഷേപവും LDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഉന്നയിക്കാൻ കഴിയുന്നില്ല. പിന്നെ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന ഒരു പൊതു സ്വീകാര്യത, ഒപ്പം തന്നെ LDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 9 വർഷത്തെ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ ക്യാമ്പയിനാണ് നടത്തുന്നത്. ഇങ്ങനെ വളരെ ക്ലിയർ ക്ലിയറായി LDF പ്രചരണ രംഗത്ത് സജീവമാകുമ്പോൾ മറുഭാഗത്ത് ഒന്നിനു പിറകെ ഒന്നായി ഓരോ വിവാദങ്ങൾ വരുന്നു. ഒന്ന്, സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്തുണ്ടായ ആഭ്യന്തര കലകം, ജോയിയെ വെട്ടിമാറ്റി ആര്യാടൻ ഷൗക്കത്ത് വന്നത്, പാണക്കാട് തങ്ങൾ കുടുംബത്തെ അവഹേളിച്ച പഴയ വീഡിയോകൾ ഓരോന്നോരോന്നായി പൊങ്ങി വരുന്നത്, KC വേണുഗോപാൽ പെൻഷൻ വാങ്ങുന്നവരെല്ലാം കൈക്കൂലിക്കാരാണ് എന്ന് കൺവെൻഷനിൽ പറഞ്ഞത്, അത് ഉണ്ടായ പ്രതിരോധം. അവസാനം ഇതിനെ മറികടക്കുന്നതിന് വേണ്ടി അവരുപയോഗിച്ച മലപ്പുറം വിരുദ്ധ സമീപനം സ്വീകരിച്ചിരുന്നു LDF എന്ന തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചത്. അത് സോപ്പ് കുമിള പോലെ പഴയ ചരിത്രം. ആര്യാട് മുഹമ്മദ് മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ ജനസംഘവുമായി ചേർന്നുകൊണ്ട് RSSുമായി ചേർന്നുകൊണ്ട് ഇതിനെതിരെ സമരം ചെയ്ത ചരിത്രം, അത് വന്നു നിൽക്കുന്ന ഒരു പ്രതിരോധത്തിൻ്റെ ഘട്ടത്തിലാണ് ഈ മരണം സംഭവിക്കുന്നത്. ദുഃഖകരമായ വളരെ സങ്കടകരമായ ഒരു മരണത്തെ പോലും ഒരു അപകടത്തെ പോലും ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനായിട്ടുള്ള ശ്രമം നടത്തി. അവിടെയാണ് കോൺഗ്രസ്സുകാരനാണ് എൻ്റെ പ്രതിയെന്നും അയാൾ നായാട്ടുകാരനാണെന്നും നായാട്ടുകാരനെ സംരക്ഷിക്കുന്ന സമീപനം UDF സ്വീകരിക്കുന്നു എന്ന ചർച്ച മണ്ഡലത്തിൽ ഉടനീളം ഉണ്ടാവുകയും ചെയ്ത് ആ ഒരു ഘട്ടത്തിലാണ് UDF. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയതുപോലെ അവർ UDF തത്വത്തിലെടുത്ത ധാരണ എന്ന് പറയുന്നത് വിവാദങ്ങൾക്ക് പുറകെ പോണ്ട, അതിന് മാധ്യമങ്ങൾക്ക് മറുപടി പറയാതിരിക്കാനുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് വഴിതിരിച്ച് വിടാനുള്ള ശ്രമത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ വാർത്താസമ്മേളനം മാറ്റിവെച്ചു. ആ വാർത്താസമ്മേളനം മാറ്റിവെക്കാനുള്ള കാരണം ഇതിങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾ കൂടുതൽ പ്രതിരോധം തീർക്കും എന്നതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുന്നത് മറ്റ് ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കവളപ്പാറയുമായി ബന്ധപ്പെട്ട ഈ പ്രളയവുമായി ബന്ധപ്പെട്ട ദുരന്തവുമായി ബന്ധപ്പെട്ട അവിടെ അദ്ദേഹം കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പുതിയ ചില കണക്കുകളുമായി വന്ന് ഇന്ന് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ നിലമ്പൂരിൽ ഈ പറഞ്ഞ വിവാദങ്ങളെ തൽക്കാലം വിസ്മരിക്കുന്ന തരത്തിലൊരു പ്രതികരണത്തിലേക്ക് അദ്ദേഹം ഒരുങ്ങുന്നു എന്നാണ് നമ്മൾ ലഭിക്കുന്ന വിവരം. പക്ഷേ ഒരുപാട് മറുപടികളുണ്ട്. കാരണം അങ്ങനെ കണക്കുകളുമായി വരുമ്പോൾ സ്വാഭാവികമായും ഇവിടെ ഭരണപക്ഷത്തിന് എന്തു ചെയ്തു എന്ന് കൃത്യമായി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുമല്ലോ. ഇപ്പോൾ ഈ നാട്ടിലുള്ള ഏതൊരു കുഞ്ഞിനോട് ചോദിച്ചാലും പെൻഷൻ വിഷയത്തിൽ UDF ചെയ്തത് എന്തായിരുന്നു, LDF ചെയ്തത് എന്തായിരുന്നു എന്ന വളരെ കൃത്യമായ ബോധ്യമുണ്ടായിട്ടുണ്ട്. KC വേണുഗോപാലിൻ്റെ ഒരു ഒറ്റ പരാമർശത്തിൽ നിന്നാണ് LDFൻ്റെയും UDFൻ്റെയും പെൻഷനോടുള്ള സമീപനം ഇപ്പോൾ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും മനസ്സിലായത്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് കവളപ്പാറയിലെ കണക്കുകളുമായി വരട്ടെ. അപ്പോൾ സർക്കാരിന് ഇടതുമുന്നണിക്ക് വളരെ അനായാസം എന്തു ചെയ്തു എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയും. എനിക്ക് തോന്നുന്നു ഇതൊക്കെ നല്ലൊരു അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് LDFൻ്റെ മുന്നിൽ. തീർച്ചയായും മനു, ശരിയാണ്. കാരണം കഴിഞ്ഞ 9 വർഷത്തെ ഭരണത്തെ വിലയിരുത്തുമ്പോൾ നാം നേരിട്ട ദുരന്തങ്ങൾ, 2 തവണയുള്ള പ്രളയങ്ങൾ, ഒപ്പം തന്നെ 2 തവണ കോവിഡ്, ഓഖി പോലത്തെ ദുരന്തം, വയനാട് ദുരന്തം, കവളപ്പാറയിലും പുത്തുമലയിലും ഉണ്ടായ ദുരന്തം, ഇത്തരം ഘട്ടങ്ങളിലൊക്കെ കേന്ദ്രത്തിൻ്റെ പൂർണ്ണമായ അവഗണന ഉണ്ടായിട്ട് പോലും സംസ്ഥാനം എങ്ങനെയാണ് പിടിച്ചു ചെയ്യുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ നയിച്ചത്, സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആകണമെന്ന് തന്നെയാണ് LDF ആഗ്രഹിക്കുന്നത്. അതിലേക്ക് ഈ പറഞ്ഞ വിഷയങ്ങളിലേക്ക് പ്രതിപക്ഷ നേതാവ് വരികയാണെങ്കിൽ സ്വാഭാവികമായും സർക്കാരിന് കണക്കുകൾ നിരത്തി ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് ചെയ്ത കാര്യങ്ങൾ എണ്ണി പറയാനുണ്ടാകും. അത്തരം കാര്യങ്ങളിലുള്ള ഒരു ഡിബേറ്റിലേക്ക് പോകാൻ പ്രതിപക്ഷം തയ്യാറാകുമോ എന്ന കാര്യമാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കാത്തിരിക്കേണ്ടത്. പക്ഷേ അതിലേക്ക് അദ്ദേഹം ഒരുങ്ങുന്നു എന്ന് തോന്നുന്നു. പക്ഷേ അതിന് സർക്കാരിനെ സംബന്ധിച്ച് മറുപടി ഉണ്ടാകും. ഞാൻ പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്. UDFൻ്റെ ക്യാമ്പയിൻ ഇന്ന് അമരമ്പലത്തും ഒപ്പം തന്നെ ചുങ്കത്തറയിലുമാണ്. രാവിലെ PK കുഞ്ഞാലിക്കുട്ടി അതിൻ്റെ പ്രചരണ പരിപാടി
മുന്നോട്ട് പോകുന്നു. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി പരസ്യ പ്രചരണത്തിന് എണ്ണിപ്പറഞ്ഞാൽ 7 നാളുകൾ മാത്രമാണ്. അതിൻ്റെ വീറും വാശിയും മുന്നണികൾ എടുക്കും. അപ്പോൾ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം അതിൻ്റെ എല്ലാ തരത്തിലുള്ള മുന്നണികളെല്ലാം എല്ലാ തരത്തിലുള്ള പ്രചരണ ഉപാധികളുമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇനി വരുന്ന ഒരാഴ്ച എന്ന് പറയുന്നത് കൊട്ടിക്കലാശം വരെ നിലമ്പൂർ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കൊട്ടിക്കലാശത്തിലേക്ക് പോകാൻ പോവുകയാണ്. മനു. ശരി, ഓക്കെ, താങ്ക് യു ദ്രബൻ. ഏതായാലും ഈ നിലമ്പൂർ അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ 1ാം ഘട്ടം പൂർത്തിയാക്കി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ പ്രചരണ വിഷയങ്ങൾ മാറുകയാണ്. പക്ഷേ UDF ക്യാമ്പ് ഇങ്ങനെ വല്ലാതെ വിവാദങ്ങളിൽ പെട്ടുകിടക്കുന്നു. ഇതിപ്പോൾ ദ്രബൻ പറഞ്ഞതുപോലെ അടുത്ത വിഷയമെന്ന് പറയുന്നത് കവളപ്പാറ തന്നെയായിരിക്കും.